തിരുവനന്തപുരം കോർപ്പറേഷനെ സ്വന്തം പാർട്ടി ഓഫീസ് പോലെ കൈപ്പിടിയിൽ ഒതുക്കാൻ നോക്കുന്ന CPM-ന്റെയും അവരുടെ ഗുണ്ടകളുടെയും അഹങ്കാരത്തിന് വൻ തിരിച്ചടി കിട്ടിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിയമം എന്താണെന്ന് പോലും വായിച്ചു നോക്കാതെ വെറുതെ രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി തെരുവിലിറങ്ങിയ LDF-കാർ സ്വന്തം വിവരക്കേടാണ് ഇതിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചത്. കള്ളപ്രചാരണങ്ങളും ആക്രമണ നാടകങ്ങളുമായി ഇറങ്ങിയ CPM കപട സിംഹങ്ങളുടെ സകല വാദങ്ങളും എങ്ങനെയാണ് പൊളിഞ്ഞതെന്നും കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിൽ അവർ അഴിച്ചുവിട്ട ഗുണ്ടാ വിളയാട്ടത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യന്തം നാടകീയമായ രംഗങ്ങളാണ്. BJP കൗൺസിലർ R. സുഗതന്റെ കൗൺസിലർ സ്ഥാനം ഇപ്പൊ പോകുമെന്ന് പറഞ്ഞ് കൊടിയും പിടിച്ച് സമരം ചെയ്യാൻ ഇറങ്ങിയ LDF കോട്ടയിലെ കപട സിംഹങ്ങളുടെ വാടപ്പിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സുഗതൻ തുടർച്ചയായി കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ലെന്നും അതിനാൽ അയോഗ്യനാക്കുമെന്നും പറഞ്ഞ് നാടുനീളെ നടന്ന് വായിട്ട് അലച്ചവർ ഇപ്പോൾ വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ്. സുഗതന്റെ കൗൺസിലർ സ്ഥാനം ഒരിഞ്ച് പോലും അനങ്ങിയില്ലെന്ന് വ്യക്തമായതോടെ CPM-ന്റെയും കൂട്ടരുടെയും എല്ലാ വ്യാമോഹങ്ങളും തരിപ്പണമായിരിക്കുകയാണ്. മുനിസിപ്പൽ നിയമത്തിലെ വ്യവസ്ഥകൾ പോലും വായിച്ചു നോക്കാതെ വെറുതെ BJP-യെ തകർക്കാമെന്ന് മോഹിച്ച് തെരുവിലിറങ്ങിയ LDF-കാർ സ്വന്തം വിവരക്കേടാണ് ഇതിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നത്. നിയമപ്രകാരം തുടർച്ചയായി 3 യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കുകയോ അവധി അപേക്ഷ നൽകാതിരിക്കുകയോ ചെയ്താൽ മാത്രമേ ഒരംഗത്തെ അയോഗ്യനാക്കാൻ സാധിക്കുമെന്ന പ്രാഥമിക വിവരം പോലും ഈ വിപ്ലവ സിംഹങ്ങൾക്ക് ഇല്ലാതെ പോയെന്ന് തോന്നുന്നു. കഴിഞ്ഞ ഏപ്രിൽ 27-ന് നടന്ന കൗൺസിൽ യോഗത്തിൽ സുഗതൻ കൃത്യമായി പങ്കെടുത്തതിന്റെ ഔദ്യോഗിക രേഖകൾ പുറത്തു വന്നതോടെ കള്ളപ്രചാരണം നടത്തിയ LDF ക്യാമ്പ് ഒന്നടങ്കം നാണം കെട്ടിരിക്കുകയാണിപ്പോൾ. നിലവിലെ കണക്കനുസരിച്ച് ഒരേയൊരു യോഗത്തിൽ മാത്രമാണ് സുഗതന് പങ്കെടുക്കാൻ സാധിക്കാതിരുന്നത്. വരാനിരിക്കുന്ന തിങ്കളാഴ്ച യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും നിയമപരമായി സുഗതന് പൂർണ്ണ സുരക്ഷിതനാണ്. ഇനിയുള്ള 2 യോഗങ്ങളിൽ കൂടി വിട്ടുനിന്നാൽ മാത്രമേ അയോഗ്യത എന്ന വാളെടുക്കാൻ നിയമപരമായി സാധിക്കും. ഈ കൃത്യമായ നിയമ സാവകാശം ഉപയോഗിച്ച് ഹൈക്കോടതിയിൽ നിന്ന് ആവശ്യമായ ഇളവുകൾ നേടാൻ BJP-ക്ക് സാധിക്കുമെന്നത് പകൽ പോലെ വ്യക്തമാണ്. ജയിലിൽ കിടന്നതുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ഹൈക്കോടതി സാങ്കേതിക കാരണങ്ങളാൽ അസാധുവാക്കിയതിനെ വലിയൊരു ആയുധമാക്കാൻ നോക്കിയ CPM-ന് 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന കോടതി നിർദ്ദേശം നിയമപരമായി മറികടക്കാൻ BJP-ക്ക് അറിയാമെന്ന ബോധ്യം ഇപ്പോഴാണ് ഉണ്ടായത്. അതിനായി സുഗതനെ പുറത്തെത്തിക്കാനുള്ള നിയമ പോരാട്ടങ്ങളുമായി BJP ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഈ തോൽവി സമ്മതിക്കാൻ കഴിയാതെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥലത്ത് LDF കൗൺസിലർമാരും അവരുടെ ആളുകളും ചേർന്ന് തികച്ചും നാടകീയവും ജനാധിപത്യ വിരുദ്ധവുമായ ആക്രമണ സംഭവങ്ങൾ അഴിച്ചുവിട്ടത്. ഹൈക്കോടതി ഉത്തരവിന്റെ പേര് പറഞ്ഞ് BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ചട്ടലംഘനമാണെന്ന് ആരോപിച്ച് കോർപ്പറേഷനിൽ ഉപരോധിക്കാനെത്തിയ CPM പ്രവർത്തകർ വലിയ രീതിയിലാണ് അവിടെ പെരുമാറിയത്. മേയറുടെ ചേംബറിലേക്കുള്ള വഴി മുഴുവൻ തടഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് മേയറെ ഒതുക്കിക്കളയാമെന്നാണ് അവർ കരുതിയത്. പണ്ടൊക്കെ മേയർമാരെ പേടിപ്പിച്ച് വഴിതിരിച്ചു വിട്ട ചരിത്രമുണ്ടാകാം. പക്ഷേ ഇത് BJP-ആണ്. BJP-യുടെ കരുത്തനായ മേയർ VV രാജേഷാണ് ഭരിക്കുന്നത് എന്ന് CPM മറന്നുപോയി. ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാനും പേടിച്ചൊളിച്ചോടാനും VV രാജേഷ് തയ്യാറായില്ല. LDF തടഞ്ഞു നിന്ന അതേ സ്ഥിരം വഴിയിലൂടെ തന്നെ നെഞ്ചും വിരിച്ച് മുന്നോട്ട് പോകാൻ അദ്ദേഹം തീരുമാനിച്ചതോടെ CPM-ന്റെ സകല നിയന്ത്രണവും തെറ്റി. തുടർന്നുണ്ടായ LDF അംഗങ്ങൾ മേയർക്ക് നേരെ തിരിയുകയായിരുന്നു. ഉന്തും തള്ളും അതിര് കടന്നതോടെ മേയർ VV രാജേഷ് നിലത്ത് വീഴുകയും അദ്ദേഹത്തിൻ്റെ കാലിന് പരിക്കേൽക്കുകയും ചെയ്തു. മേയറെ സംരക്ഷിക്കാൻ ശ്രമിച്ച മറ്റ് BJP കൗൺസിലർമാർക്കും അവിടെ ഉണ്ടായിരുന്ന മറ്റാളുകൾക്ക് നേരെയും LDF പ്രവർത്തകർ അഴിഞ്ഞാടി. ഇതിനിടയിൽ ഒരു LDF അംഗത്തിന് നെറ്റിമുറിഞ്ഞു. BJP-യുടെ തലയിൽ കെട്ടിവെക്കാനാണ് അപ്പോൾ CPM ശ്രമിച്ചത്. പണ്ട് 2018-ലും സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത്തവണയും ആക്രമണം നടത്തിയിട്ട് ഇത്രയൊക്കെ ഉന്നയിക്കാമെന്നാണ് LDF നോക്കുന്നത്. പക്ഷേ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾക്കെല്ലാം കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. CPM-ന്റെ ഈ നീക്കങ്ങൾക്ക് മുന്നിൽ BJP ഭരണം ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ലെന്ന് പാർട്ടി നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. സത്യപ്രതിജ്ഞാ വിഷയം നിയമപരമായി നേരിടാനാണ് BJP-യുടെ തീരുമാനം. അതുവരെ സുഗതനെ ഒരു വിധത്തിലും അയോഗ്യനാക്കാൻ അനുവദിക്കില്ലെന്നും പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനെ തങ്ങളുടെ പാർട്ടി ഓഫീസാക്കി
ആക്കി മാറ്റാൻ നോക്കുന്ന CPM-ന്റെ രാഷ്ട്രീയത്തിന് BJP ഭരണസമിതിയും മേയർ VV രാജേഷും ശക്തമായ തിരിച്ചടി തന്നെയാണ് നൽകുന്നത്. വികസന കാര്യങ്ങളിൽ BJP-യോട് മുട്ടാൻ നിൽക്കാതെ ഇത്തരം വില കുറഞ്ഞ ആക്രമണ നാടകങ്ങളുമായി വരുന്ന LDF-നെ വരും ദിവസങ്ങളിൽ ജനങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെടുത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. എതിരാളികൾ ഉയർത്തിയ വാദങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീണതോടെ ഇപ്പോൾ അവരെ ട്രോളാനും പരിഹസിക്കാനും BJP അണികൾക്ക് പ്രത്യേകിച്ച് ഒരു കാരണവും തിരയേണ്ടി വരുന്നില്ല. ഇപ്പൊ വീഴും എന്ന് കരുതി കൗൺസിലർ സ്ഥാനവും നോക്കി വായിൽ വെള്ളം ഊറിയിരുന്ന LDF ബുദ്ധിജീവികൾക്ക് മുനിസിപ്പൽ നിയമം ഒരു 8-ന്റെ പണിയാണ് കൊടുത്തത്. നിയമ പുസ്തകം തുറന്നുപോലും നോക്കാതെ വെറുതെ വിപ്ലവം പ്രസംഗിച്ച് സമരത്തിനിറങ്ങിയ LDF വാലാട്ടികളെ കാര്യം ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നുകയാണല്ലേ. അടുത്ത കൗൺസിൽ യോഗത്തിൽ എന്ത് ക്യാപ്സ്യൂൾ ഇറക്കണം എന്ന് ചിന്തിച്ച് തലപുകയ്ക്കുന്ന CPM ബുദ്ധി കേന്ദ്രങ്ങളോട് പറയാനുള്ളത് ഇതായിരിക്കും: ഇത് പഴയ തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ല. വികസനവും ജനക്ഷേമവും മുൻനിർത്തി ജനങ്ങളെ തിരഞ്ഞെടുത്ത ശക്തമായ ഭരണസമിതിയാണ് അവിടെയുള്ളതെന്ന് അവിടുത്തെ ജനങ്ങൾ തന്നെ ബോധ്യപ്പെടുത്തും. കേവലം ആക്രമണ രാഷ്ട്രീയവും കൊണ്ട് BJP-യെ തകർക്കാൻ പറ്റുന്നതല്ല. ഈ ഒരു ജനകീയ അടിത്തറ LDF എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. തങ്ങളുടെ സകല വാദങ്ങളും പൊളിഞ്ഞ് രാഷ്ട്രീയമായി പൂർണ്ണമായും ഒറ്റപ്പെട്ട ഈ സാഹചര്യത്തിൽ അടുത്തതായി എന്ത് നാടകമാണ് LDF തിരുവനന്തപുരം കോർപ്പറേഷനിൽ കളിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഒന്നുറപ്പാണ്, അവരുടെ ഏത് തരംതാണ അടവുകൾക്കും മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള BJP ഭരണസമിതി കൃത്യമായ മറുപടി തന്നെ നൽകും. ഇത്രയധികം രാഷ്ട്രീയ നാടകങ്ങളും ആക്രമണ പരമ്പരകളും അഴിച്ചുവിട്ടിട്ടും LDF വിചാരിച്ചതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം സ്തംഭിപ്പിക്കാനോ BJP-യെ പ്രതിരോധത്തിലാക്കാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജനങ്ങൾ നൽകിയ ഭരണാധികാരത്തെ ഇത്തരം തരംതാന്ന തെരുവ് ഗുണ്ടായിസത്തിലൂടെ അട്ടിമറിക്കാൻ നോക്കുന്ന കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് തലസ്ഥാന നഗരിയിലെ പ്രബുദ്ധരായ ജനങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തമായ മറുപടി നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നിയമത്തിന്റെ വഴിയിലൂടെയും ജനപിന്തുണയുടെയും കരുത്തിലും BJP ഈ പ്രതിസന്ധിയെയും മറികടക്കുമെന്ന് ഉറപ്പാണ്. നിയമ പോരാട്ടങ്ങളിൽ വിജയം ഉറപ്പിച്ചുകൊണ്ട് BJP ഭരണസമിതിയും മേയർ VV രാജേഷും കോർപ്പറേഷനിൽ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ അടുത്ത കൗൺസിൽ യോഗത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ വിഴുപ്പലക്കാൻ പുതിയ തന്ത്രങ്ങളും ക്യാപ്സ്യൂളുകളുമായി CPM നേതാക്കൾക്ക് വീണ്ടും വരേണ്ടി വരും. എന്നാൽ തിരുവനന്തപുരത്തെ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ടെന്ന ബോധ്യം അവർക്കുണ്ടാകുന്നത് നന്നായിരിക്കും. വരും ദിവസങ്ങളിൽ കോടതിയിൽ നിന്നും കൗൺസിൽ ഹാളിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ LDF ക്യാമ്പിന്റെ ഉറക്കം കെടുത്തുമെന്നുറപ്പാണ്. നിയമം പോലും തെറ്റാതെ പഠിച്ചു വെച്ച് BJP ഭരണസമിതിയെ മേയർ VV രാജേഷ് ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോയതോടെ രാഷ്ട്രീയമായി BJP-യെ പൂട്ടി കൗൺസിലർ സ്ഥാനം തട്ടിയെടുക്കാമെന്ന് മോഹിച്ച LDF ഒരുക്കിയ നാടകത്തിന് കനത്ത തിരിച്ചടിയോടെ ഇപ്പോൾ തിരശ്ശീല വീണിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.